നമ്മുടെ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ വീടുകളിലെ അനാരോഗ്യകരമായ പ്രസവങ്ങളിലും വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങളിലും മുസ്ലിം ലീഗ് മൗനം പാലിക്കുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. തീവ്ര മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ ലീഗ് നേതൃത്വം കീഴടങ്ങുകയാണെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിസ്ന, ഈ വിഷയത്തിലൊക്കെയും അല്ലെങ്കിൽ മറ്റ് നിലപാടുകളിലുമൊക്കെ നിഷ്പക്ഷത പാലിക്കുന്നു എന്ന എപ്പോഴും പറയുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഇതുപോലൊരു വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ വിഷയത്തിൽ എന്താണ് ലീഗിൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കുന്നില്ലേ? തീർച്ചയായും വീണ, നമുക്കറിയാം ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ ജനം TV ആണ് ആദ്യം വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊണ്ടുവന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ മുസ്ലിം സംഘടനകളുടെ നേതാക്കളുമായി പ്രതികരണത്തിന് ശ്രമിച്ചപ്പോഴും ആ സംഭവവുമായി ബന്ധപ്പെട്ട് മൗനം തുടരുന്ന ഒരു രീതിയാണ് ഈ മുസ്ലിം നേതാക്കളൊക്കെ തന്നെയും അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക നേതാക്കളൊക്കെ തന്നെയും പിന്തുടർന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അഭിനന്ദനം അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് ഉൾപ്പെടെ ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തിയത്. അതിനെയൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശിച്ചും അതിനെ പിന്തുണച്ചും ഒക്കെ തന്നെയും നിരവധി ആളുകൾ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലീഗിന്റെ നിലപാട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ അതിന് ഉത്തരം തരാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നമുക്കറിയാം, മലപ്പുറത്ത് സമാനമായ രീതിയിൽ പ്രസവത്തിനിടെ യുവതി മരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ്. അതിനുശേഷം മാത്രമാണ് ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം പോലും ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വീട്ടിലെ പ്രസവം ഏറ്റവും ദോഷകരമായ ഒരു സംഭവം ആണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖല ഇത്രയേറെ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരത്തിൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുവാൻ ലീഗുമായി ബന്ധപ്പെട്ട ആളുകളോ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വ്യക്തമായി തുടരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലിന് സമാനമായി അല്ലെങ്കിൽ ബില്ലിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ നിരോധിത സംഘടനയിൽ ഉൾപ്പെട്ട ആളുകളുടെ പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ച് പ്രതിഷേധം നടത്തുന്നവർ ഇത്തരത്തിൽ സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വരും തലമുറകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നത് ഏറ്റവും വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. അവർ പറഞ്ഞത് തന്നെ വലിയ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വലിയ രീതിയിൽ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മരണങ്ങൾ ഉൾപ്പെടെ അതിനുള്ള തെളിവുകളാണെന്ന് വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം ജില്ലയിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഈ വാക്സിനുകൾ വരെ എടുക്കുവാൻ കുട്ടികളെ വിടാത്ത ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ നയിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ മാറുന്ന ഒരവസ്ഥയിലേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ഈ വിഷയത്തിൽ ഒന്നും തന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാനോ അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത വീണ. ഓക്കെ.